അംബാസഡർ 800 ആയി. അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലേ ആവാൻ പാടുള്ളൂ. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും 7 ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത്. വെറും 7 ഡയലോഗ്. ഒന്ന് പോടാ. അവന്റെ മുഖത്തോട്ട് കയറിയിരിക്കേ. എനിക്ക് അവന്റെ ദേഷ്യമാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ദേഷ്യമാണ് വരുന്നത്. കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ്. ഒരു പ്രാവശ്യം വേണമെങ്കിൽ മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ട് അമീർ ഖാനെ മറ്റവനെ മറിച്ചവനെ ലാസ്റ്റ് ഒരുത്തനെ കൊണ്ടുവന്നു. ആരാണെന്ന് പോലും അവനെന്നെ അറിയാമോ എന്തോ അത് ആരാണ്. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന്. കാരണം ഭയങ്കര ഡിസപ്പോയിന്റഡ്. ഭയങ്കര ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡറാണ്, മറ്റേതാണ് ഇന്ത്യയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് ഒരാളായിട്ട് ചുമ്മാ പറഞ്ഞ 800 ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ ഏവനാണ്. അഹങ്കാരം ശകലം കാണിക്കും. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം പന്ന ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കണം. അത്രയല്ല, 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിന്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം. അവനാണ് എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. വെടി വെച്ച് കൊല്ലണപ്പ അതിനെ.